ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ അബിയുടെയും ജാനകിയുടെയും ഇനി വരാനിരിക്കുന്ന ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമൊക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് ആ ഒരു കഥയിലേക്ക് പോയാലോ. അങ്ങനെ നമ്മുടെ നിരഞ്ജനയാണെങ്കിൽ അജയുടെ വിവാഹം നടക്കുന്ന ആ ഒരു ഓഡിറ്റോറിയത്തിലേക്ക് എത്തുകയാണ്. അവിടെ വന്ന പാടെ തന്നെ അവളാണെങ്കിൽ നമ്മുടെ അജയുടെയും അതുപോലെ തന്നെ അപർണയുടെയും ഫ്ലെക്സ് ഒക്കെ വെച്ചിരിക്കുന്നത് കണ്ടു. അത് കണ്ട് ഒരു നിമിഷം ഒരു സൈക്കോ നിൽക്കുന്നത് പോലെ തന്നെ അതൊക്കെ നോക്കി നിന്നിട്ട് നമ്മുടെ നിരഞ്ജനയാണെങ്കിലോ ആ ഫ്ലെക്സ് അങ്ങ് തട്ടിമറിച്ചിട്ടു. അപ്പം ഇതും കണ്ടുകൊണ്ട് അമൽ അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ അമലാണെങ്കിലോ ഇതേതാ ഇവള്, ഈ അഹങ്കാരി കല്യാണ സ്ഥലത്ത് വന്നിട്ട് ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും ആ ഒരു ഫ്ലെക്സ് തട്ടി കളഞ്ഞല്ലോ, അഹങ്കാരി തന്നെയാണ് ഇവളെന്നും പറഞ്ഞ് അവളുടെ പിന്നാലെ പോകാൻ തുടങ്ങുകയാണ്. അപ്പോഴത്തേക്കിനും മുത്തശ്ശിയൊക്കെ അങ്ങോട്ട് വന്നു. അങ്ങനെ നമ്മുടെ ജാനകിയൊക്കെ വന്നിട്ട് പറഞ്ഞു, എടാ നീ ഇങ്ങനെ നടക്കല്ലേടാ, വേഗം തന്നെ പോയി ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് എന്ത് കോലമാടാ ഇതെന്നൊക്കെ ചോദിച്ച് നമ്മുടെ അമലിനെ കളിയാക്കുകയാണ്. പിന്നീട് നമ്മളെ കാണിക്കുന്നത് നമ്മുടെ അജയ് ആണെങ്കിലോ റൂമിൽ ഭയങ്കര സങ്കടത്തിൽ നിൽക്കുക. അപ്പം അവൻ നമ്മുടെ നിരഞ്ജനെ കുറിച്ചിട്ടുള്ള ആ ഒരു ഓർമ്മകൾ, അവൾ പറഞ്ഞ കാര്യങ്ങളും അവൾ തൻ്റെ ജീവിതത്തിൽ ഇത്രയും പ്രാധാന്യമുള്ള ഒരുത്തിയായിരുന്നു എന്നുള്ള കാര്യമൊക്കെ ആലോചിച്ച് സങ്കടപ്പെട്ട് നിൽക്കുമ്പം അങ്ങോട്ടേക്ക് അവൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വന്നു. എന്താടാ അളിയ, കല്യാണത്തിന് ഇനി അധികം സമയമൊന്നും ഇല്ലല്ലോ, വരൂ വധുവിനെ ആലോചിച്ച് നിൽക്കുവാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ അജയ് പറഞ്ഞു, അല്ലടാ ഞാൻ മറ്റൊരു കാര്യം ആലോചിക്കുമായിരുന്നു. എന്താണ്? നിൻ്റെ വക്കീലിൻ്റെ മകളുടെ കാര്യമാണോ എന്നൊരു കൂട്ടുകാരൻ ചോദിക്കുകയാണ്. എടാ അതൊക്കെ കഴിഞ്ഞു പോയില്ലേ, ഇനി നീ എന്തിനാ അതൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നത്? ദേ ഞങ്ങൾ പറഞ്ഞല്ലോ നിനക്കിപ്പോൾ വരാൻ പോകുന്നത് നല്ല സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണ് തന്നെയാണ്, അവൾ നീയും നല്ല സൂപ്പർ ജോഡികളാണെന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാരിങ്ങനെ ഇവനോട് ഭയങ്കരമായിട്ട് സംസാരിച്ചു. അപ്പോഴാണെങ്കിലോ അങ്ങോട്ടേക്ക് അപർണയും അവളുടെ ഫ്രണ്ട്സും കൂടി വന്നു. എന്താ അപർണ വന്നേന്ന് അജയ് ചോദിക്കുമ്പം, അതെ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഭയങ്കര നിർബന്ധം അജയെ പരിചയപ്പെടണമെന്നും അജയുടെ അടുത്ത് സംസാരിക്കണമെന്നും ഒക്കെ പറഞ്ഞു. ദേ ഇതാണ് എൻ്റെ ഫിയാൻസി എന്നും പറഞ്ഞ് നമ്മുടെ അജയെ കാണിച്ചു കൊടുക്കുകയാണ് അപർണ. അങ്ങനെ വളരെയധികം സന്തോഷത്തോടു കൂടി അപർണ കൂട്ടുകാർക്ക് അജയെ പരിചയപ്പെടുത്തി കൊടുത്തു. പിന്നീടാണെങ്കിലോ എന്നാൽ നിങ്ങളൊക്കെ സംസാരിക്കുമെന്നും പറഞ്ഞ് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ മറ്റൊരു റൂമിലേക്ക് പോവാണ്. അങ്ങനെ നമ്മുടെ അജയും അപർണയും മാത്രം ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി. അപ്പം അജയോട് അപർണ ചോദിച്ചു, എന്താ എന്നോട് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ? ഇനിയിപ്പം വിവാഹത്തിനധികം സമയമൊന്നും ഇല്ല, എന്നാലും എന്തെങ്കിലും എന്നോട് പറയാതെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പം അജയ്ക്ക് മനസ്സ് തുറന്ന് പറയാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് അജയ് ആ ഒരു കാര്യം ആലോചിച്ചത്, നിരഞ്ജനയെ കുറിച്ചിട്ട്. അപർണയോട് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാലോ, അപർണ ഒരു പക്ഷേ തന്നെ സഹായിച്ചാലോ എന്നുള്ളൊരു ചിന്ത അവൻ്റെ ഉള്ളിലേക്ക് വരികയാണ്. അങ്ങനെ അജയ് നിരഞ്ജനയെക്കുറിച്ച് പറയാൻ തുടങ്ങുന്ന ആ ഒരു സമയത്ത് അങ്ങോട്ടേക്ക് നമ്മുടെ അമൽ വരികയാണ്. അപ്പം അമൽ വന്നതും, ഏട്ടാ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യേട്ടാ, ദേ ഈ മുണ്ട് എനിക്ക് എത്ര ശ്രമിച്ചിട്ടും മര്യാദ കൊടുക്കാൻ പറ്റുന്നില്ല, എന്തൊരു കഷ്ടമാണെന്നും പറഞ്ഞ് അപർണയാണെങ്കിലോ അമലിനെ നോക്കി കണ്ണിറക്കുകയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ അവൾക്ക് ദേഷ്യം വന്നു. അവരുടെ ആ ഒരു സ്വർഗത്തിലെ കട്ടുറുമ്പായിട്ടാണല്ലോ നമ്മുടെ അമൽ അവിടെ എത്തിയിരിക്കുന്നത്. അങ്ങനെ അമൽ പറഞ്ഞു, ദേ ഇത് അധികമൊന്നും എന്നെ നോക്കുമൊന്നും വേണ്ട, എൻ്റെ ഏട്ടൻ തന്നെയാണ് ചെറുപ്പം മുതലേ എനിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത്. എൻ്റെ അഭിയേട്ടനും അതുപോലെ തന്നെ അജയേട്ടനും എനിക്ക് അത്ര കണ്ട് പ്രിയപ്പെട്ടവരാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവൻ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണെങ്കിലും ഒരു വിവരവും ഇല്ലാത്തവൻ അവൻ ഞങ്ങൾ തങ്ങളിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നത് പോലും നോക്കാതെ ഇടിച്ചു തള്ളി വന്നിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഇവൾ മനസ്സിലിങ്ങനെ ആലോചിക്കുകയാണ്. അങ്ങനെ ഒരുവിധം നമ്മുടെ അമലിന് മുണ്ടൊക്കെ ഉടുപ്പിച്ചു കൊടുത്തു. അജയ് ആണെങ്കിലോ ഇനി നീ അപ്പുറത്തോട്ട് പോയിക്കോ, ഞാൻ വരാമെന്നും പറഞ്ഞു. അങ്ങനെ അപ്പം ഈ അപർണയാണെങ്കിലോ എനിക്ക് മറ്റൊന്നും പറയാനില്ല, എന്നാൽ ഞാൻ പോയി റെഡിയാവട്ടെ എന്നും പറഞ്ഞ് അവളും ആ റൂമിൽ നിന്ന് ഇറങ്ങി പോവാണ്. അങ്ങനെ അവർ പോയി. പിന്നീടാണെങ്കിലോ അല്ലടി അകത്ത് പോയിട്ട് എന്തെങ്കിലുമൊക്കെ നടന്നോ എന്ന് കൂട്ടുകാർ ചോദിക്കുകയാണ്. ഒന്ന് പോടിയൊന്ന്. ദേ ആ വിവരമില്ലാത്ത അമൽ അങ്ങോട്ട് ഇടിച്ചു കയറി വന്നു. അല്ലായിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ എൻ്റെ അജയുടെ അടുത്ത് കൊച്ചു വർത്തമാനമൊക്കെ പറഞ്ഞ് നിന്നേനെ. അയ്യോ ഇതെന്താ ഇപ്പോൾ ഈ പറയുന്നത്, അവൻ അത്ര പോലും വിവരമില്ലാത്തവനാണോ എന്നൊക്കെ കൂട്ടുകാരികൾ നമ്മുടെ അപർണയോട് ചോദിക്കുകയാണ്. അതേടി അതൊരു വട്ട് കേസാണ്. എന്തായാലും അവനെ കല്യാണം കഴിക്കാൻ പോകുന്ന പെങ്കൊച്ചിൻ്റെ കാര്യം അതോ ഗതി, അവളെ ഉണ്ടല്ലോ കെട്ടിക്കുന്നതിന് മുന്നേ വല്ല കടലിലും കെട്ടിത്താത്തുന്നതായിരിക്കും നല്ലതെന്നൊക്കെ ഇവളിങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിനും ഇതൊക്കെ കേട്ടുകൊണ്ട് അമൽ അങ്ങോട്ട് വരികയാണ്. അങ്ങനെ
അമൽ പറഞ്ഞു, അതെ അധികം വർത്തമാനമൊന്നും പറയൊന്നും വേണ്ട, എൻ്റെ മുത്തശ്ശി ഉണ്ടല്ലോ എനിക്ക് നയൻതാരയെ പോലെയുള്ളൊരു പെണ്ണിനെ കെട്ടിച്ചു തരും, അപ്പോൾ നിനക്ക് മനസ്സിലാകുമെന്നും പറഞ്ഞ് അവൻ മറുപടിയൊക്കെ കൊടുക്കുമ്പം അയ്യോ ഇവനെല്ലാം കേട്ടല്ലോ എന്നും പറഞ്ഞ് നമ്മുടെ അപർണ ഇങ്ങനെ നാണിച്ച് തലതാഴ്ത്തി നിൽക്കുകയാണ്. പിന്നീടാണെങ്കിലോ നമ്മുടെ അജയ്ക്ക് ഭയങ്കര ടെൻഷൻ. അങ്ങനെ അജയ് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിനും നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ജാനകിയും അഭിയും കൂടെ റൂമിൽ നിന്നിങ്ങനെ സംസാരിക്കുക. അപ്പം എന്തായാലും നമ്മുടെ ആ പെങ്ങളുകുട്ടി ഉണ്ടല്ലോ അവളുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് അമൃതയുടെ ജീവിതം എന്താകുമെന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. ഇനിയിപ്പം നമ്മൾ ശരണ്യൻ്റെ അടുത്ത് പോയി ഒന്ന് സംസാരിച്ചാലോ? ശരൺ ഇവിടെ കല്യാണത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വന്നിട്ട് പോലും അമൃത അവൻ്റെ അടുത്ത് കാര്യമായിട്ടൊന്നും സംസാരിക്കുന്ന പോലും ഇല്ല. ശരൺ എന്നോട് എല്ലാം പറഞ്ഞു എന്നും പറഞ്ഞ് അഭിയാണെങ്കിലോ നമ്മുടെ അമൃതയെ ശരൺ തല്ലിയ കാര്യങ്ങൾ ഉൾപ്പെടെ ജാനകിയോട് പറയുകയാണ്. അപ്പോൾ ജാനകി പറഞ്ഞു, അഭിയേട്ടാ നമ്മൾ എന്ത് ചെയ്യും? അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണ്ടേ? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവർ രണ്ടുപേരും സെപ്പറേറ്റ് ആകുമെന്നുള്ള കാര്യം ഉറപ്പാണെന്നൊക്കെ പറഞ്ഞു. എന്തായാലും നീ വിഷമിക്കേണ്ട, ഈ വിവാഹം കഴിയട്ടെ, അത് കഴിയുമ്പം നമുക്ക് അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാമെന്നും പറഞ്ഞ് അഭി നമ്മുടെ ജാനകിയെ സമാധാനിപ്പിക്കുകയാണ്. പിന്നീട് നിരഞ്ജനയാണെങ്കിലും ലക്കും ലഗാനും ഇല്ലാതെ ആ വീട്ടിലങ്ങ് നടക്കുകയാണ്. അപ്പോൾ ദാ അവൾ നേരെ പോകുന്നത് നമ്മുടെ അജയുടെ ആ ഒരു റൂമിലേക്കാണ്. അങ്ങനെ അങ്ങോട്ട് ഇടിച്ചു കയറി ചെല്ലുക നിരഞ്ജന റൂമിൽ ചെന്നതും അജയ് ആണെങ്കിൽ ശരിക്കും അങ്ങ് ഞെട്ടിയിട്ടോ. ഇവളിത് എന്താ ഈ കാണിക്കാൻ പോകുന്നത്? അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ദൈവമേ, കല്യാണം കൂടെ കുറച്ച് സമയം കഴിയുമ്പോൾ നടക്കും. ഇനി എന്ത് ചെയ്യും? താൻ പെട്ടത് തന്നെയെന്ന് വിചാരിച്ച് അവൾ ടെൻഷൻ അടിച്ച്, സോറി അവളല്ല അവനാണ് ടെൻഷൻ അടിച്ച് അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിനും നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ജാനകിയാണ്. ജാനകി എത്രയൊക്കെ വന്നാലും ശരണിൻ്റെയും അതുപോലെ തന്നെ അമൃതയുടെയും കാര്യത്തിൽ ഒരു തീരുമാനമാക്കണം. അതുപോലെ തന്നെ നമ്മുടെ അജയ് അനുഭവിക്കുന്ന ആ ഒരു മാനസിക സംഘർഷം, അതിൽ നിന്നും അവനെയും രക്ഷപ്പെടുത്തണം. എന്തായാലും തനിക്ക് കട്ട സപ്പോർട്ടുമായിട്ട് തൻ്റെ കെട്ടിയവും കൂടെ ഉണ്ടല്ലോ. ആ ഒരു സന്തോഷത്തിൽ നമ്മുടെ ജാനകി ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുമ്പോഴാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ അജയും അതുപോലെ തന്നെ നിരഞ്ജനയും കൂടെ സംസാരിക്കുന്നതാണ്. അപ്പം നിരഞ്ജന പറഞ്ഞു, അജയ് നിനക്ക് എങ്ങനെ എന്നെ മറക്കാൻ പറ്റിയത്? നമ്മൾ എത്രമാത്രം സ്നേഹിച്ചതാണ്. ഞാൻ ഇപ്പോഴും എൻ്റെ ഓരോ ശ്വാസത്തിലും നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവളിങ്ങനെ സങ്കടപ്പെട്ട് കരയുമ്പോഴത്തേക്കിനും അജയ് പറഞ്ഞു, അതെ ഞാൻ നിന്നോട് ഇപ്പോഴും പറയാ, ദയവ് ചെയ്ത് എന്നെ ഉപദ്രവിക്കരുത്. രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധമാണ് ഇവിടെ ഇന്ന് ഊട്ടി ഉറപ്പിക്കാൻ പോകുന്നത്. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, ഇനി നമ്മൾ തമ്മിലുള്ളൊരു ജീവിതം അതുണ്ടാവില്ല എന്ന്. നീ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെന്നും പറഞ്ഞ് ഇവൻ നമ്മുടെ നിരഞ്ജനയെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ അവളാണെങ്കിലോ അതൊന്നും കേൾക്കാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് നമ്മളെ കാണിക്കുന്നത് നമ്മുടെ അമലിനെയാണ് കേട്ടോ. അമലാണെങ്കിലോ കാര്യഗൗരവമായിട്ട് പുള്ളിക്കാരൻ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നടക്കുകയാണ്. അങ്ങനെ നമ്മുടെ സൂര്യനാരായണൻ പറയുന്നത് അമൽ ഒരു കഴിവുമില്ല, വീട്ടിൽ വേണ്ടുന്ന കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്നൊക്കെയാണ്. പക്ഷേ തൻ്റെ ഏട്ടൻ്റെ കല്യാണം A to Z കാര്യങ്ങൾ അമലാണ് മുന്നിൽ നിന്ന് ചെയ്യുന്നത്. അങ്ങനെ വരുന്ന ആ ഒരു വിരുന്നുകാർക്ക് നമ്മുടെ തമ്പിക്കും ഭാര്യയ്ക്കും ഉൾപ്പെടെയൊക്കെ അമൽ കൊണ്ടുപോയി ജ്യൂസൊക്കെ കൊടുക്കുമ്പോഴത്തേക്കിനും തമ്പി പറഞ്ഞു, ആഹാ കാര്യഗൗരവമൊക്കെ ആയി തുടങ്ങിയല്ലോ, എന്താണ് ഇനിയിപ്പോൾ അടുത്ത കല്യാണം നിൻ്റെത് തന്നെയാണ്, എന്തായാലും കൊള്ളാവുന്നൊരു കുടുംബത്തിലെ കൊച്ചിനെ നിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരണമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ തമ്പി ഇങ്ങനെ ആശംസകളൊക്കെ നേരുകയാണ്. എന്തായാലും വൻപൻ ഹിറ്റാണ് ഇനി വരാനിരിക്കുന്നത്. ആ ഒരു കൂടി തന്നെയാണ് നമ്മുടെ കഥ മുന്നോട്ട് പോകുന്നതും. അപ്പം അഭിയുടെയും ജാനകിയുടെയും ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത് കേട്ടോ. ഇനി അടുത്ത ദിവസം ഇതിൻ്റെ ബാക്കി കഥകളും ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിക്കുകയാണ്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.